ഹായ് മക്കളെ, 3-ാം ക്ലാസ്സിലെ മക്കളുടെ നാസ് പരീക്ഷയ്ക്ക് ഗണിതത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സുകന്യക്ക് തൻ്റെ സമ്പാദ്യപ്പെട്ടിയിൽ നിന്ന് 87 രൂപ കിട്ടി. അതിൽ 24 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. ഇനി സുകന്യയുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്? ഓപ്ഷൻസ് 53, 63, 43, 73. ഏതായിരിക്കും ശരി ഉത്തരം? എങ്ങനെ കണ്ടെത്താം? സമ്പാദ്യപ്പെട്ടിൽ നിന്ന് ആകെ 87 രൂപയാണ് സുകന്യക്ക് കിട്ടിയത്. അതിൽ 24 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. ബാക്കി എത്ര രൂപ ബാക്കിയുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ 87-ൽ നിന്ന് 24 കുറക്കുക. 87 കുറക്കണം 24. എത്രയാണ്? 87 കുറക്കണം 24. 7-ൽ നിന്ന് 4 കുറച്ചാൽ ബാക്കി 3. 8-ൽ നിന്ന് 2 കുറച്ചാൽ 6. 63 കിട്ടുന്നത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 63. ഇനി രണ്ടാമത്തെ ചോദ്യം, ചുവടെയുള്ള സംഖ്യകളിൽ അടുത്ത സംഖ്യ ഏത്? 3, 8, 13, 18, ഡാഷ്. 3-ൻ്റെ കൂടെ 5 കൂട്ടിയാലാണ് 8 കിട്ടുക. 8-ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 13. 13-ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 18. അപ്പോൾ 18-ൻ്റെ കൂടെ 5 കൂട്ടുക. 18 കൂട്ടണം 5 എത്രയാണ്? 23 അല്ലേ? ശരി ഉത്തരം ഓപ്ഷൻ സി 23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെയുള്ള സംഖ്യാ കാർഡുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാൽ 59 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന കാർഡ് ഏതായിരിക്കും? സംഖ്യാ കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 34, 29, 36, 59, 44, 71, 63. അപ്പോൾ ഈ സംഖ്യാ കാർഡുകളെ ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക. അതിനുശേഷം 59 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കാം. എങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കാം? ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ എഴുതുക, 29. പിന്നെ ഏതാണ് വേണ്ടത്? 29 കഴിഞ്ഞാൽ 34, 36. നെക്സ്റ്റ് വലുത് 44. നെക്സ്റ്റ് 59, 63, 71. അപ്പോൾ എന്താണ് ചോദ്യം? ചുവടെയുള്ള സംഖ്യാ കാർഡുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാൽ, നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചു അല്ലേ? 59 കഴിഞ്ഞ് അടുത്ത് വരുന്ന സംഖ്യ ഏതാണ്? 59 കഴിഞ്ഞ് അടുത്ത് വരുന്ന ഏതാണ്? 63 അല്ലേ? അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 63. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്ത സംഖ്യയിൽ ഒരു സെറ്റ് സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാണ് എഴുതിയത്. അത് ഏതാണ്? താഴെ കൊടുത്ത 4 സെറ്റ് കൊടുത്തിട്ടുണ്ട്, എ ബി സി ഡി. അതിൽ ഒരു സെറ്റ് മാത്രം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാണ് എഴുതിയത്. ബാക്കി 3 തെറ്റാണുള്ളത്. അപ്പോൾ ശരിയായി ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ച സെറ്റ് ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും? ഓപ്ഷൻ ഡി അല്ലേ? 25-നേക്കാളും വലുതാണ് 27, 27-നേക്കാളും വലുതാണ് 38, 38-നേക്കാളും വലുതാണ് 46, 46-നേക്കാളും വലുതാണ് 53, 53-നേക്കാളും വലുതാണ് 68. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3A-ൽ 42 കുട്ടികളും 3B-ൽ 37 കുട്ടികളും 3C-ൽ 31 കുട്ടികളും ഉണ്ട്. 3 ഡിവിഷനിലും കൂടി ആകെ എത്ര കുട്ടികൾ ഉണ്ട്? അപ്പോൾ എന്ത് ചെയ്യണം? 3 ഡിവിഷനിലെയും കുട്ടികളുടെ എണ്ണം കൂട്ടുക അല്ലേ? 3A-ൽ എത്ര കുട്ടികളുണ്ട്? 42 അല്ലേ? അപ്പോൾ 42 കൂട്ടണം. 3B-ൽ 37 ഉണ്ട്. അപ്പോൾ 42 കൂട്ടണം 37 കൂട്ടണം. 3C-ൽ എത്രയാണ്? 31 അല്ലേ? അപ്പോൾ ഇത് 3 കൂട്ടിയാൽ എത്ര കിട്ടും? 2, 7, 9, 9, 1, 10. 10-ൻ്റെ 1 ബാക്കിയുണ്ട്, അത് മുകളിൽ എഴുതുക. 1, 4, 5, 5, 3, 8, 8, 3, 11. 110 കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി 110. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത നക്ഷത്രങ്ങളെ 4 വീതമുള്ള കൂട്ടങ്ങളാക്കിയാൽ ആകെ എത്ര കൂട്ടങ്ങൾ കിട്ടും? അപ്പോൾ നക്ഷത്രങ്ങളെ 4 വീതമുള്ള കൂട്ടങ്ങളാക്കണമല്ലേ? 4 വീതമുള്ള കൂട്ടങ്ങളാക്കി നോക്കാം. 4, 4, 4. അപ്പോൾ 3 കൂട്ടമായി. ഇനി ഇപ്പുറത്തും 4 കൂട്ടമാക്കാം. 5, 6. എത്ര കൂട്ടം കിട്ടി? 6 അല്ലേ? അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി 6.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലീന 15 മീറ്റർ ചുവന്ന നാടയും 29 മീറ്റർ പച്ച നാടയും 30 മീറ്റർ നീല നാടയും വാങ്ങി. അവൾ ആകെ വാങ്ങിയ നാടയുടെ നീളം എത്ര? 15 മീറ്റർ ചുവന്ന നാടയും 29 മീറ്റർ പച്ച നാടയും 30 മീറ്റർ നീല നാടയുമാണ് വാങ്ങിയത്. ആകെ വാങ്ങിയ നാടയുടെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? മൂന്നും തമ്മിൽ കൂട്ടുക അല്ലേ? 15 കൂട്ടണം 29 കൂട്ടണം 30 എത്രയാണ്? 5 9 കൂട്ടിയാൽ 14 അല്ലേ? 4 എഴുതുക, ബാക്കി 1 ഇവിടെ എഴുതുക. 1 1 2 2 2 4 4 3 7 74. ശരി ഉത്തരം ഓപ്ഷൻ ബി 74. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ക്ലോക്കിൽ കാണിച്ച സമയം എഴുതുക. ചെറിയ സൂചി 9 കഴിഞ്ഞിട്ടുണ്ട്, വലിയ സൂചി 5ൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ വലിയ സൂചി 5ൻ്റെ അടുത്ത് വരുമ്പോൾ 25 ആണ്. 9 കഴിഞ്ഞിട്ടായതുകൊണ്ട് 9:25. അപ്പോൾ സമയം എത്രയായിരിക്കും? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി 9:25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തളികയിൽ 15 ലഡു ഉണ്ട്. ഒരു പെട്ടിയിൽ 5 ലഡു വീതം വെക്കാം. എങ്കിൽ തളികയിലെ ലഡുവെല്ലാം നിറയ്ക്കാൻ എത്ര പെട്ടി വേണം? ആകെ 15 ലഡുവാണുള്ളത്. ഒരു പെട്ടിയിൽ 5 ലഡുവാണ് വെക്കേണ്ടത്. അപ്പോൾ എത്ര പെട്ടി വേണം എങ്ങനെ കണ്ടെത്താം? എത്ര 5 കൂടിയാൽ 15 കിട്ടും, അല്ലെങ്കിൽ 15നെ 5 കൊണ്ട് ഹരിക്കുക. എത്ര 5 കൂട്ടിയാൽ 15 കിട്ടും? 3 5 അല്ലേ? അപ്പോൾ എത്ര പെട്ടി വേണ്ടി വരും? 3 പെട്ടി. ഓപ്ഷൻ സി 3 ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തതിൽ വൃത്തം ഏതാണ്? ഇതിൽ വൃത്തം ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതുക. 12, 16, 20, 24, ഡാഷ് ഡാഷ്. 12ൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 16 കിട്ടുന്നത്. 16ൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 20 കിട്ടുന്നത്. 20ൻ്റെ കൂടെ 4 ചേർക്കുമ്പോഴാണ് 24 ആകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 24ൻ്റെ കൂടെ 4 കൂട്ടുക, 28. 28ൻ്റെ കൂടെ 4 കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 32. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ ഡി 28 32. നെക്സ്റ്റ്. ഒരു പെൻസിലിന് 5 രൂപ വിലയുണ്ട് എങ്കിൽ 4 പെൻസിലിൻ്റെ വില എത്ര? ഒരു പെൻസിലിന് 5 രൂപ വിലയുണ്ട് എങ്കിൽ 4 പെൻസിലിൻ്റെ വില എങ്ങനെ കണ്ടെത്താം? 5 ഗുണിക്കണം 4 അല്ലേ? 5 ഗുണിക്കണം 4 എത്രയാണ്? 5 ഗുണിക്കണം 4 20 അല്ലേ? അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 110, 863, 398, 680, 699 ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 863 അല്ലേ? അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 863. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് കൂടുതൽ, 3 കിലോമീറ്റർ അല്ലെങ്കിൽ 3000 മീറ്റർ? 1 കിലോമീറ്റർ എത്രയാണ്? 1000 മീറ്റർ അല്ലേ? അപ്പോൾ 3 കിലോമീറ്റർ എന്നാൽ എത്രയായിരിക്കും? 3000 മീറ്റർ അല്ലേ? അപ്പോൾ 3 കിലോമീറ്ററും 3000 മീറ്ററും തുല്യമാണ്. നമ്മൾക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? ഏതാണ് കൂടുതൽ എന്നല്ലേ ചോദ്യം. 3 കിലോമീറ്റർ ആണോ കൂടുതൽ, 3000 മീറ്റർ ആണോ കൂടുതൽ? രണ്ടും തുല്യമാണല്ലേ? അപ്പോൾ ഓപ്ഷൻ സി രണ്ടും തുല്യമാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഓപ്ഷൻ നോക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്നതിൽ 7 കൂട്ടണം 3 10 കിട്ടും. 70 കൂട്ടണം 30 100 കിട്ടും. 3 10ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 33 കിട്ടും. ഓപ്ഷൻ ഡി എത്ര കിട്ടും? എത്ര 10 ഉണ്ട് അതിൽ? 6 7 10ഉം 3 അല്ലേ? അപ്പോൾ 73 കിട്ടുക. ഏതായിരിക്കും വലുത് കിട്ടുന്നത്? ഓപ്ഷൻ ബി 70 കൂട്ടണം 30 അല്ലേ? 100 അല്ലേ ഏറ്റവും വലുത് ഇതിൽ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം കാണുക. വ്യത്യാസം എന്നാൽ കുറക്കുക. 87 കുറക്കണം 32. 87 കുറക്കണം 32 എത്രയാണ്? 87 കുറക്കണം 32. 7ൽ നിന്ന് 2 കുറച്ചാൽ 5, 8ൽ നിന്ന് 3 കുറച്ചാൽ 5 അല്ലേ? അപ്പോൾ എത്രയാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി 55. നെക്സ്റ്റ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയ സംഖ്യകളിൽ ഏതാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ ഉള്ളത്? ഏതാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിലുള്ളത്? ഓപ്ഷൻസ് നോക്കുക. ഏതാണ്? 95, 97, 90. തെറ്റാണല്ലേ? 51, 50, 56. അതും തെറ്റാണ്. 65, 67, 69.
ശരിയാണോ അത്? ഓപ്ഷൻ സി 65, 67, 69 ശരിയാണ് അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്കല്ലേ ഉള്ളത്. ഏറ്റവും ചെറുത് ആദ്യമുണ്ട്, പിന്നെ അതിനേക്കാൾ വലുതുണ്ട്, പിന്നെ ഏറ്റവും വലുതുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, ഒരു പശുവിന് 4 കാലുകൾ ഉണ്ടെങ്കിൽ 7 പശുക്കൾക്ക് എത്ര കാലുകൾ ഉണ്ടാകും? ഒരു പശുവിന് 4 കാലുണ്ട്, അപ്പോൾ 7 പശുക്കൾക്ക് എത്ര കാലുകൾ ഉണ്ടാകും? 7 പ്രാവശ്യം 4 കൂട്ടണം അല്ലേ? 7 പ്രാവശ്യം 4 കൂട്ടുന്നതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്യാം? 7 ഗുണിക്കണം 4. എത്രയാണ് 7 ഗുണിക്കണം 4? 28 അല്ലേ? അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമു പല്ല് തേക്കാൻ 5 മിനിറ്റും കുളിക്കുവാൻ 10 മിനിറ്റും ചായ കുടിക്കാൻ 15 മിനിറ്റും മുടി ചീകാൻ വസ്ത്രധാരണത്തിനുമായി 20 മിനിറ്റും എടുത്തു. ഇതെല്ലാം കൂടി ചെയ്യാൻ രാമു എത്ര സമയം എടുത്തു? അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാം തമ്മിൽ കൂട്ടുക അല്ലേ? പല്ല് തേക്കാൻ എത്ര മിനിറ്റ് എടുത്തു? 5 മിനിറ്റ്. അപ്പോൾ 5 കൂട്ടണം കുളിക്കാൻ 10 മിനിറ്റ്, 10 കൂട്ടണം ചായ കുടിക്കാൻ 15, 15 കൂട്ടണം മുടി ചീകാൻ എത്രയാണ്? 20 അല്ലേ? അപ്പോൾ 5 കൂട്ടണം 10 എത്രയാണ്? 15, 15 കൂട്ടണം 15 30 ആയി, 30 കൂട്ടണം 20 50 കിട്ടിയല്ലോ. അപ്പോൾ മൊത്തം എത്രയാണ്? ഓപ്ഷൻ ഡി 50 മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിൽ 8 രൂപ ഉണ്ട്. ചുവടെ തന്നിരിക്കുന്നതിൽ 2 സാധനങ്ങൾ വാങ്ങണം. ഏതൊക്കെയാണ് വാങ്ങുവാൻ കഴിയുന്നത്? നിങ്ങളുടെ കയ്യിൽ 8 രൂപയാണുള്ളത്, 2 സാധനങ്ങളാണ് വാങ്ങേണ്ടത്. അപ്പോൾ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നോക്കാം. പേനയ്ക്ക് 5 രൂപയാണ് വില, പെൻസിലിന് 4 രൂപ, സ്കെയിലിന് 3 രൂപ, പേപ്പർ ക്ലിപ്പിന് 2 രൂപ. ഇനി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ 2 സാധനങ്ങളാണ് കൊടുത്തത്? പേന, പെൻസിൽ. പേന പെൻസിലിന് എത്ര വിലയാകും? പേനക്ക് 5 രൂപയാണ്, പെൻസിലിന് 4 രൂപയാണ്. 5ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9 ആയി അല്ലേ? 8 രൂപയല്ലേ കയ്യിലുള്ളൂ. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കാം. പേപ്പർ ക്ലിപ്പ്, സ്കെയിൽ. പേപ്പർ ക്ലിപ്പിന് 2 രൂപയാണ്, സ്കെയിലിന് എത്രയാണ്? 3 രൂപ. 2ഉം 3ഉം കൂട്ടിയാൽ 5 ആകുന്നുള്ളൂ, അപ്പോൾ 8 ആകില്ല, ബാക്കി പൈസ കിട്ടുമല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. പേന, സ്കെയിൽ. പേനക്ക് 5 രൂപയാണ്, സ്കെയിലിന് 3 രൂപയാണ്. 5ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ സി പേന, സ്കെയിലാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാർത്ഥികളെ വഹിച്ചുകൊണ്ട് വിനോദ കേന്ദ്രത്തിൽ രാവിലെ 10:30 മണിക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ് 30 മിനിറ്റ് നേരത്തെ എത്തിച്ചേർന്നു. എത്ര മണിക്കാണ് ബസ് എത്തിച്ചേർന്നത്? എത്ര മണിക്കായിരിക്കും? രാവിലെ 10:30 എത്തുമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ 30 മിനിറ്റ് നേരത്തെ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 10:30 നിന്ന് 30 മിനിറ്റ് കുറക്കുക, എത്രയാ കിട്ടും? 10 മണി അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി 10 AM ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ട്രേയിൽ 9 മുട്ടകൾ ഉണ്ടെങ്കിൽ 7 ട്രേയിൽ ആകെ എത്ര മുട്ടകൾ ഉണ്ടാകും? ഒരു ട്രേയിൽ 9 മുട്ടകളാണുള്ളത്, അപ്പോൾ 7 ട്രേയിൽ എത്രയായിരിക്കും? 7 തവണ 9 കൂട്ടുക അല്ലേ? അല്ലെങ്കിൽ 9 ഗുണിക്കണം 7. 9 ഗുണിക്കണം 7 എത്രയാണ്? 63 അല്ലേ? അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 63. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവ്യയുടെ ക്ലാസ്സിലെ 42 കുട്ടികളെ 7 വരികളായി ഇരുത്തുന്നു. ഓരോ വരിയിലും 6 കുട്ടികൾ ഇരിക്കുന്നുവെങ്കിൽ ആദ്യ നിലയിൽ എത്ര കുട്ടികൾ ഇരിക്കുന്നു?